ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്കാൻ വേവ്. ഇന്ന് നമ്മൾ കുറച്ച് ട്രെൻഡിങ്ങിനൊപ്പം നീങ്ങാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഒരു റിട്രോ വിൻറ്റേജ് ഫോട്ടോ, അതായത് ജെമിനി ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള AI ഫോട്ടോ എഡിറ്ററാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ, സിമ്പിളാണ്. കുറച്ച് പേരെങ്കിലും ഇത് ചെയ്യാൻ അറിയില്ലാണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ. അതിനായിട്ട് ആദ്യത്തെ ഒരു മെത്തേഡ് പറയാം. കുറേ തരത്തിൽ നമുക്ക് ഇതിൻ്റെ പ്രോംപ്റ്റൊക്കെ എടുക്കാം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനെയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂട്യൂബിൽ കയറിയിട്ട് AI ഫോട്ടോ എഡിറ്റർ എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ വീഡിയോസ് വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഞാൻ ഇതുപോലത്തെ പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്താലും മതി. ഏത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോംപ്റ്റ് 1, പ്രോംപ്റ്റ് 2, പ്രോംപ്റ്റ്, അതൊക്കെ പലതരം സ്റ്റൈൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതാ ഇങ്ങനൊരു പ്രോംപ്റ്റ് കിട്ടിയാൽ അതിലൊന്ന് ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്യുക, അതായത് ഒന്ന് അമർത്തി പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ കാണിക്കും. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, അതിങ്ങനെ ഫസ്റ്റിലേക്കും അതുപോലെ ആ പ്രോംപ്റ്റ് കഴിയുന്നിടത്തും നമ്മളിതുപോലെ വിരൽ വെച്ചിങ്ങനെ കൊണ്ടുവയ്ക്കുക. നമ്മൾ വിരൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇവിടെ കോപ്പി, ഷെയർ, സെലക്ട് ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റ് കോപ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകേണ്ടത് പ്ലേ സ്റ്റോറിലേക്കാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. അതെല്ലാവർക്കും അറിയുണ്ടാവും. പ്ലേ സ്റ്റോറിൽ സെർച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കന്നെ വരും. അപ്പോൾ ഇതിൽ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ ജെമിനി ഓപ്പൺ എന്നാണ് കിടക്കുന്നത്. അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ളതിലായിരിക്കും പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ആദ്യം കാണും. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID യോ നമ്പറോ കൊടുത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആസ്ക് ജെമിനി എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫിലിം ആക്ട്രസിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് താഴെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന് ശേഷം ഈ ഒരു സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ഇത്രയേ ഉള്ളൂ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പിക്ചർ വരും. പിന്നെ ഇതിപ്പോൾ എങ്ങനെ പോയാലും ഒരു എഡിറ്റിംഗ് ആപ്പാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ഫോട്ടോയൊക്കെ ആയിരിക്കും വരിക. ആൻഡ് ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതിന് ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് ട്രെൻഡിനൊപ്പം പോകണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവും പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളുടെ ഫോട്ടോ ക്രിയേറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു കാണാനൊരു രസം അത്ര തന്നെ. അപ്പോൾ ഇതിലുള്ള പല ഇമേജസും അവർ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു മാച്ചിങ്ങിനുള്ളൊരു ഫോട്ടോ അയക്കുന്നു എന്ന് മാത്രം. ഇനി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു. ഡൗൺലോഡിങ് ഫുൾ സൈസ് എന്ന് കാണിച്ചു. ഇമേജ് ഡൗൺലോഡഡ്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഓൾ. നല്ല അടിപൊളി വിൻറ്റേജ് ഫോട്ടോ റെഡിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നോക്കൂ, ഇതിലൊരു ട്രാൻസ്പെറൻറ്റ് സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കണ്ടോ സെൽഫ് ഡിസൈൻഡ് ഷിഫോൺ റെഡ് സാരി എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. സാരി ഷുഡ് നോട്ട് ബി ട്രാൻസ്പെറൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ പ്രോംപ്റ്റിൽ എന്ത് വ്യത്യാസം വേണമെങ്കിലും വരുത്താം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.